നമസ്കാരം, ഞാൻ മൃണാൾ. മാസ്റ്റർ ക്ലാസ്സിലെ 9ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ കഴിഞ്ഞ 8 വീഡിയോകളിലും ഞാൻ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് ബിസിനസ് വളരെ ടഫാണ്, ചെയ്ത് ചെയ്യേണ്ടതെന്നാണ്. എന്നിട്ട് നിങ്ങളിതൊക്കെ ഈ വീഡിയോ കാണാൻ വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇപ്പോഴും റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ ചെറിയ താല്പര്യം ഉണ്ടാവുന്നതാണല്ലോ. ഒരു തമാശ കാണുകയാണ് ശരി. അപ്പോൾ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ ജെന്യുവനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം ലൊക്കേഷൻ ഹണ്ടാണല്ലോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ലൊക്കേഷൻ ഹണ്ട് ചെയ്യണമല്ലോ. ലൊക്കേഷൻ കണ്ടുപിടിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതായത് ആക്സസിബിലിറ്റി, ലൊക്കേഷനിലേക്കുള്ള ആക്സസിബിലിറ്റി 2 രീതിയിലുണ്ട്. ഒന്ന്, കസ്റ്റമർക്ക് റോഡിൽ നിന്ന് ഈസി ആയിട്ട് കയറി വരാൻ പറ്റുമോ, അതാണല്ലോ കസ്റ്റമറുടെ ആക്സസ്. അതുപോലെ ഡിസേബിൾഡ് ആക്സസ് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് കേട്ടോ റെസ്റ്റോറൻറ്റിലേക്ക് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച്. കാരണം ധാരാളം അങ്ങനെയുള്ള ആളുകൾ പുറത്തിറങ്ങാൻ താല്പര്യപ്പെടുകയും ഒരു യൂഷ്വൽ ലൈഫ് ജീവിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നൊരു കാലമല്ലേ. അപ്പോൾ അതിനുള്ളൊരു സംഭവം കൂടെ ഉണ്ടാകുന്നത് വളരെ വളരെ നല്ലത്. പിന്നെ സപ്ലയർ, സ്റ്റാഫ്, അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് റെസ്റ്റോറൻറ്റ് ആക്സസ് ചെയ്യേണ്ടത്. കസ്റ്റമർ ആക്സസിൻ്റെ സെയിം രീതിയിലല്ലല്ലോ അത് ചെയ്യാൻ പറ്റുക. കാരണം കസ്റ്റമർ വരുന്ന വഴി കൂടെ തന്നെ സ്റ്റാഫിന് വരാനും പോകാനും അവർക്കൊരു അസൗകര്യമായിരിക്കും. ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറും അരിച്ചാക്കും ഒക്കെ സപ്ലയർക്ക് കൊണ്ടുവരണമെങ്കിൽ അത് കസ്റ്റമർ വരുന്ന വഴിക്ക് തന്നെ കൊണ്ടുവച്ചാൽ വലിയ പാടാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് ഒരു ബാക്ക് എൻട്രി ഉണ്ടാകും. അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള വണ്ടികൾ വരാനും ഒക്കെ സൗകര്യമുള്ള ബാക്ക് എൻട്രി ഉണ്ടോ അതൊന്ന് നോക്കുന്നത് നല്ലതാണ്. പിന്നെ റോഡിൽ നിന്നുള്ള ലെവല്, അതായത് റോഡിൻ്റെ സെയിം നിരപ്പിലാണോ റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ മുകളിലോട്ട് കയറണം അല്ലെങ്കിൽ താഴോട്ട് ഇറങ്ങണം, അത് ചിലപ്പോൾ കസ്റ്റമേഴ്സിന് അത്ര ഒരു സുഖമായിട്ട് തോന്നില്ല. അപ്പോൾ സെയിം ലെവലിലാണെങ്കിൽ കുറേയും കൂടെ നല്ലത്. പിന്നെ വിസിബിലിറ്റി റോഡിൽ നിന്നുള്ള. ഇപ്പോൾ നമ്മൾ ഹൈവേയുടെ സൈഡിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച്, കാരണം വണ്ടികളിലൂടെ പോകുന്ന ആൾക്കാരായിരിക്കുമല്ലോ കസ്റ്റമേഴ്സ്. അവർ പറഞ്ഞ് കേട്ടറിഞ്ഞ് വരാനുള്ള സാധ്യത കുറവാണ്. കാരണം ആ നാടും അവർക്ക് അറിയില്ല, നാട്ടുകാരും അറിയില്ല. വിശക്കുമ്പോൾ റോഡിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ അന്ന് അവിടെ നിർത്താം, അങ്ങനെയല്ലേ പറയുക. അപ്പോൾ റോഡിൽ നിന്നുള്ള വിസിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സൈൻ ബോർഡ് വെക്കാനുള്ള സംഭവം. ഇപ്പോൾ സൈൻ ബോർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ മുകളിലൊരു സൈൻ ബോർഡ് വേണം. പിന്നെ റോഡിലേക്കൊക്കെ കാണുന്ന രീതിയിൽ ആ ആംഗിളിൽ സൈൻ ബോർഡ്സ് വേണം. ചില ബിൽഡിങ്ങുകളിലൊന്നും ഇതൊന്നും മര്യാദയ്ക്ക് വെക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല. നോക്കുന്നത് നല്ലതാണ്. ആവശ്യത്തിന് ഇലക്ട്രിക്കൽ സപ്ലൈ ഉണ്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണക്റ്റഡ് ലോഡ് എത്രയാണെന്ന് നോക്കുക. ചിലപ്പോൾ 20, 30, 40 എത്രയാണെന്ന് വെച്ചാൽ ഏകദേശം നമുക്ക് അറിയാമല്ലോ നമ്മൾ എന്താണ് തുടങ്ങാൻ പോകുന്നത്, എത്രത്തോളം വേണ്ടി വരുമെന്ന്. അപ്പോൾ അതിനിപ്പോൾ പോസ്റ്റ് ഇടണം അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ വെക്കണം എന്നൊക്കെ ആണെങ്കിൽ ഒരുപാട് പണച്ചെലവ് അധികം വരും. അതിന് പുറമെ കാലതാമസവും വന്നേക്കാം. അത് നോക്കുന്നത് നല്ലതാണ്. ഫ്രഷ് വാട്ടർ അവൈലബിലിറ്റി. എൻ്റെ ഒരു ഫ്രണ്ട് മുമ്പ് കോഴിക്കോട് ജില്ലയിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് ഫ്രഷ് വാട്ടർ ഇല്ല കഴിഞ്ഞിട്ട് 10,000 രൂപയുടെ വെള്ളമാണ് ഓരോ മാസവും അവിടെ ടാങ്കറിൽ അടിക്കേണ്ടി വന്നത്. ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര പണച്ചെലവുമാണ്. ചിലപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള പ്രോഫിറ്റിൻ്റെ ഒരു വലിയ ഭാഗം ഈ വെള്ളമടിക്കാൻ വേണ്ടി മാത്രം ചിലവായി പോകും. വെരി ഡിഫിക്കൽട്ട്. അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ അവൈലബിലിറ്റി. ഇപ്പോൾ നമ്മളൊരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാക്കിയാൽ തന്നെ ഈ ട്രീറ്റ് ചെയ്ത വാട്ടർ ഒഴുക്കി കളയണ്ടേ ഡ്രൈനേജിലേക്ക്. അല്ലെങ്കിൽ സാധാരണ അഴുക്ക് വെള്ളം എങ്ങോട്ട് പോകും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അത് കെട്ടിക്കിടക്കുന്നതും അതൊന്ന് കാര്യമായിട്ട് നോക്കുന്നതല്ലാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റ്, ലിക്വിഡ് വേസ്റ്റ് ഉണ്ട്, സോളിഡ് വേസ്റ്റ് ഉണ്ട്, എങ്ങനെ 2 വേസ്റ്റും മാനേജ് ചെയ്യുന്നുള്ളത്. പിന്നെ റെസ്റ്റോറൻറ്റിൻ്റെ കാർപ്പറ്റ് ഏരിയ. നമ്മൾ പ്ലാൻ ചെയ്യുന്ന അത്രയും സീറ്റിനുള്ള സ്ഥലമുണ്ടോ, ഒരു കാര്യം. ഇപ്പോൾ സീറ്റിംഗ് എന്ന് പറയുമ്പോൾ ചുമ്മാ ഡൈനിങ് ഏരിയയിൽ ചുമ്മാ സീറ്റിംഗ് മാത്രം പോരാ, ക്യാഷ് കൗണ്ടർ വേണം, സർവീസ് ടേബിൾസ് വേണം. പിന്നെ അതുപോലെ ഈ സീറ്റ്സിൻ്റെ ഇടയിൽ ആവശ്യത്തിന് സ്പേസ് ഇടണം, ചെറിയൊരു പ്രൈവസിയും കൊടുക്കണം ഇരുന്ന് കഴിക്കുന്നവർക്ക്. അങ്ങനത്തെ ഒരു ടൈപ്പ് റെസ്റ്റോറൻ്റ് ആണെങ്കിൽ അതുപോലെ തന്നെ സെർവ് ചെയ്യാനുള്ള സ്ഥലം വേണം, ഇടയിലൂടെ നടന്ന് പോകാനുള്ള സ്ഥലം വേണം. അതൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം. പിന്നെ ടേബിൾസ് ജോയിൻ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഇപ്പോൾ 6 പേരുടെ ഒരു ടേബിൾ, 6 പേരുടെ ഒരു ഗ്രൂപ്പ് വന്നു. അപ്പോൾ നമ്മൾ 4ൻ്റെ ഒരു ടേബിളും 2ൻ്റെ ഒരു ടേബിളും ജോയിൻ ചെയ്ത് ചിലപ്പോൾ 6ൻ്റെ ഒരു ടേബിൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ 8 പേരുടെ ഗ്രൂപ്പ് വന്നു, 4ൻ്റെ 2 ടേബിൾ ജോയിൻ ചെയ്ത് 8ൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കും. അപ്പോൾ അതിനൊക്കെയുള്ളൊരു സാവകാശവും സൗകര്യമൊക്കെ അതിനകത്തുണ്ടാവും. പിന്നെ ഡൈനിങ് ഏരിയയിലൊരു വാഷ്റൂം വേണം. അപ്പോൾ ആ വാഷ്റൂം അവിടെ ഉണ്ടോ, അതിനുള്ള സൗകര്യം ഉണ്ടോ, അതൊക്കെ നോക്കണം. പിന്നെയും ധാരാളം സംഭവങ്ങളുണ്ട് കേട്ടോ. ഇലക്ട്രിക്കൽ റൂം, ഒരു ഓഫീസ് വേണമെങ്കിൽ അതിനുള്ള ഏരിയ, അല്ലെങ്കിൽ ഓഫീസ് ഇല്ലെങ്കിൽ CCTV ഫുട്ടേജസിനുള്ള TV വെക്കാനുള്ള ഏരിയ, സ്റ്റാഫിനുള്ള റെസ്റ്റ് റൂം, സ്റ്റാഫിനുള്ള ടോയ്ലറ്റ് നമ്മൾ സെപ്പറേറ്റ് വേറെ ഉണ്ടാക്കണമല്ലോ. അതുപോലെ സ്റ്റാഫിന് ചേഞ്ചിങ് റൂം, ക്ലോക്ക് റൂം, നമ്മുടെ ഡൈനിങ് ഏരിയ. അപ്പോൾ എത്രത്തോളം സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കുന്നോ അത്രത്തോളം റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സെറ്റപ്പ് നല്ലതായിരിക്കും. അപ്പം അതിനൊക്കെയുള്ള സ്ഥലങ്ങൾ നോക്കണം. പിന്നെ പ്രൊഡക്ഷൻ്റെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം റിസീവിങ് ആണ് അല്ലേ. ഫുഡ് റിസീവിങ്, സ്റ്റോറിലേക്കുള്ള റിസീവിങ്. അതിനുള്ള ആവശ്യത്തിന് വണ്ടികൾ വരാനും നിർത്താനും ഇറക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ടോ, സ്റ്റോറിൽ വെക്കാനുള്ള സ്ഥലമുണ്ടോ. ഡ്രൈ സ്റ്റോർ ഉണ്ട്, കോൾഡ് സ്റ്റോറേജ് ഉണ്ട്. ഇപ്പോൾ വാക്കിൻ ചില്ലർ ഉണ്ട്, ഒരുപാട്. ഇപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്ത് വിൽക്കുന്ന റെസ്റ്റോറൻ്റാണ്. ഒരു 500 ചിക്കൻ ഡെയിലി വിൽക്കുകയാണ്.
ഇപ്പോൾ ചിലപ്പോൾ കോൾഡ് സ്റ്റോറേജൊക്കെ വേണ്ടി വരും അല്ലേ, വാക്കിൻ ചില്ലറൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിനുള്ള സൗകര്യമുണ്ടോ? പ്രിപ്പറേഷൻ, അത് കഴിഞ്ഞ് പ്രിപ്പറേഷൻ, ഇപ്പോൾ വെജിറ്റബിൾ ഉണ്ട്, ഫ്രൂട്ട് ഉണ്ട്, ഡയറി പ്രോഡക്ട്സ്, ബ്രെഡ്, മീറ്റ്, സീ ഫുഡ് എല്ലാം. അപ്പോൾ ഓരോന്നിനും ഓരോ ഏരിയ വെച്ചിട്ട് സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യണം. ഇത് ഓരോ റെസ്റ്റോറൻറ്റ് വലിപ്പത്തിനും ചെറുതാവുന്നതിനും അതുപോലെ തന്നെ മെനുവിലുള്ള വൈവിധ്യത്തിനനുസരിച്ച് ഇതൊക്കെ മാറും കേട്ടോ, പറഞ്ഞു എന്നേ ഉള്ളൂ. ബൾക്ക് കുക്കിങ്ങിനുള്ള സ്ഥലം, അലാക്കാട്ടെ കുക്കിങ്ങിനുള്ള സ്ഥലം, തന്തൂർ വെക്കണമെങ്കിൽ അത് വെക്കണം, ബ്രെഡ്, പാൻട്രി, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇതിനൊക്കെ ഉള്ള ബേർണേഴ്സ് വെക്കാനും സൗകര്യങ്ങളൊക്കെ ഉണ്ടോ, നിന്ന് പണിയെടുക്കാനുള്ള സൗകര്യമുണ്ടോ? പിന്നെ കുക്ക്ഡ് ഫുഡിൻ്റെ സ്റ്റോറേജ്, നമ്മൾ ചില ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് സ്റ്റോർ ചെയ്യണമല്ലോ, അപ്പോൾ അത് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമുണ്ടോ? പിന്നെ പാക്ക് ചെയ്യാനുള്ള സ്ഥലം വേണം, ഇപ്പോൾ ഡെലിവറിക്കും ടേക്ക് അവേക്കൊക്കെ പാക്ക് ചെയ്യാനുള്ള സ്ഥലം, ഫുഡ് പിക്കപ്പിനുള്ള സ്ഥലം, ഇതൊക്കെ ഉണ്ടോ അത് നോക്കണം. അടുത്തത് ബിൽഡിങ്ങിന് എന്തൊരു പ്രായമുണ്ട്. ഇന്നലെ ഒരാളെന്നോട് പറഞ്ഞു അവിടെ ഒരുപാട് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റ് അത് ചിലപ്പോൾ പൂട്ടാൻ പോവുകയാണ്, അതൊരു ചെറിയൊരു കൗണ്ടറാക്കി മാറ്റാൻ പോവുകയാണ്. ആ ബിൽഡിങ്ങിൻ്റെ പ്രായം കാരണം. ബിൽഡിങ്ങിൻ്റെ പ്രായം എന്ന് പറയുമ്പോൾ ബിൽഡിങ്ങിലെ കോമൺ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്, പ്ലംബിങ്, ഇലക്ട്രിസിറ്റി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. അതെല്ലാം ബിൽഡിങ്ങിനനുസരിച്ച് പ്രായം കൂടൂലേ, ബിൽഡിങ്ങിന് മാത്രമല്ലല്ലോ പ്രായം വരിക. അപ്പോൾ അതിനൊക്കെ ഇഷ്യൂസ് വരാൻ തുടങ്ങും. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ പ്രായം, അത് മെയിൻ്റനൻസ് റിക്വയർമെൻ്റ് ഉണ്ടോ? ഇപ്പം അടുത്തൊരു 20-25 കൊല്ലത്തെങ്കിലും ആ ബിൽഡിംഗ് പ്രോപ്പറായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലല്ലേ നമ്മളിപ്പോൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അതൊന്നും നോക്കുന്നത് നല്ലതാണ്. ബിൽഡിങ്ങിനെല്ലാം ലീഗൽ ഡോക്യുമെൻറ്റേഷനും ഉണ്ടോ? മുമ്പ് ചെറായി ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു ഒരാൾ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം അത് തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ബിൽഡിങ്ങിന് ആവശ്യമുള്ള ലീഗൽ ഡോക്യുമെൻറ്റേഷൻ ഇല്ല. അപ്പം നമ്മൾ ചിലപ്പോൾ ഈ വർക്കൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മുനിസിപ്പാലിറ്റിയിൽ എങ്ങാനും അതിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് എന്തിനെങ്കിലും പോവുക. അപ്പോഴാണ് നമ്മളറിയുക ഈ ബിൽഡിങ്ങിന് ലീഗൽ ഡോക്യുമെൻറ്റേഷൻ ഇല്ല, കുടുങ്ങിയില്ലേ. അപ്പം അതൊക്കെ നോക്കിയും കണ്ടും വേണം ചെയ്യാൻ. പിന്നെ അതുപോലെ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ആ റെസ്റ്റോറൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ, റെസ്റ്റോറൻറ്റ് ചുറ്റുമായിട്ട് ബന്ധപ്പെട്ടോ, അവിടെ മുമ്പ് റെസ്റ്റോറൻറ്റ് നടത്തിയവരായിട്ട് ബന്ധപ്പെട്ടിട്ടോ, അങ്ങനെ അതൊന്നും നോക്കുന്നത് നല്ലതാണ്. പിന്നെ AC സെക്ഷൻ, നോൺ AC സെക്ഷൻ ഇതൊക്കെ വേണോ? AC സെക്ഷനുള്ള സ്ഥലമുണ്ടോ? നോൺ AC ആണെങ്കിൽ അതിനുള്ള സംഭവം ഉണ്ടോ? അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ബിൽഡിങ്ങിൽ വേറെ എന്തൊക്കെ ടെനൻസ് ആണുള്ളത്? അതായത് ബിൽഡിങ്ങിൽ വേറെ ഒരുപാട് കച്ചവടവും കാര്യങ്ങളും ചിലപ്പോൾ ഉണ്ടാവില്ല, വലിയ ബിൽഡിംഗ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഇറച്ചിക്കോഴി പീടികയാണെങ്കിൽ ചിലപ്പോൾ അത് കസ്റ്റമേഴ്സിനൊരു പുട്ട് ഓഫ് ആയിരിക്കും. കാരണം കോഴികളെ കൊല്ലുന്നത് ഒച്ച, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ല്, അതൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പല ബിസിനസ്സുകളും തൊട്ടടുത്ത് ഉണ്ടാവാതിരിക്കാം. അപ്പോൾ അതൊന്ന് നമ്മൾ നോക്കുന്നത് നല്ലതാണ്. ആ ബിൽഡിങ്ങിലുള്ള ബാക്കിയുള്ള ടെനൻസ് ആരാണ്? കാരണം ഇത് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് വരുന്ന കസ്റ്റമേഴ്സ് ഒരുപാട് സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാരല്ലേ, പല രീതിയിലുള്ള പല ടൈപ്പ് പല ആൾക്കാരുള്ളതല്ലേ. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത സംഭവം, അത് നമ്മുടെ ബ്രാൻഡ് ഇമേജിനെ ബാധിക്കാത്ത രീതിയിലുള്ള, നമ്മുടെ കസ്റ്റമേഴ്സിന് പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത രീതിയിലുള്ള ടെനൻസ് ആയിരിക്കണം അവിടെ ചുറ്റും ബിൽഡിങ്ങിൽ ബാക്കിയുള്ളത്. അതുപോലെ ചില ബിൽഡിങ്ങിൻ്റെ അടുത്ത് എന്തെങ്കിലും ഡംപിങ് ഏരിയ, വേസ്റ്റ് ഡംപിങ് ഏരിയ, വൃത്തികേടായി കിടക്കുന്ന കനാലുകൾ, ഇപ്പോൾ കേരളത്തിൽ അങ്ങനെയുള്ള കനാലുകളൊന്നും ഇല്ല എന്ന് തോന്നുന്നു അല്ലേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാരണം അതിൽ നിന്നൊക്കെ കൊതുക്, ഇൻസെക്ട്സ്, ഈച്ച, സ്മെല്ല് ഒക്കെ വരും. അതൊന്ന് നോക്കുന്നത് നല്ലതാണ്. പിന്നെ ചുറ്റുമുള്ള ടെനൻസ് ആയാലും ചുറ്റുമുള്ള വീട്ടുകാരായാലും ആരായാലും അവരെത്ര കോപ്പറേറ്റീവാന്ന് നോക്കണം. ചിലപ്പോൾ അവർ ലേറ്റ് നൈറ്റ് റെസ്റ്റോറൻറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരാതി കൊടുത്തു എന്നൊക്കെ വരും, പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ ഏരിയയൊക്കെ ആണെങ്കിൽ. പനമ്പള്ളി നഗറിലൊക്കെ അങ്ങനെ ചില കഥകളൊക്കെ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്, എനിക്ക് നേരിട്ട് അറിയില്ല. അപ്പോൾ അതൊന്ന് ആദ്യം തന്നെ നോക്കുന്നതല്ല. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ പുറകെ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സുഖമുള്ള എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ അതുപോലെ സ്റ്റാഫ് അക്കോമഡേഷൻ തൊട്ടടുത്ത് അവൈലബിൾ ആണ്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നടക്കാനുള്ള ദൂരത്തിൽ സ്റ്റാഫ് അക്കോമഡേഷൻ കിട്ടിയില്ലെങ്കിൽ പിള്ളേർ പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ട് രാത്രി കുറേ നടക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടല്ല. രാത്രി പബ്ലിക് ട്രാൻസ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, സ്വന്തമായിട്ട് വണ്ടി അതൊന്നും അങ്ങനെ അവൈലബിൾ ആവില്ല അല്ലേ. പിന്നെ നമ്മൾ വണ്ടി വെച്ചിട്ട് സ്റ്റാഫിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണം. അതെന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റൊക്കെ വരുന്ന സമയത്തെ, ജോലിയുടെ ഇടയിൽ ബ്രേക്കൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി കാത്തു നിൽക്കുക, തിരിച്ചു വരിക, അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഭവമായിട്ട് മാറും. അടുത്ത് തന്നെ സ്റ്റാഫ് അക്കോമഡേഷൻ ഉള്ളതാണ് നല്ലത്. പിന്നെ വേണ്ടത്ര ബിസിനസ് ഫെസിലിറ്റീസ് അടുത്തൊക്കെ ഉണ്ടോ? ഇപ്പോൾ ബാങ്കുകൾ, കാര്യങ്ങൾ, ഇപ്പോൾ ക്യാഷൊക്കെ ഉണ്ടോ, ഹാൻഡിൽ ചെയ്യണം, തൊട്ടടുത്തുണ്ടെങ്കിൽ വളരെ വളരെ നല്ലതാണ്. പിന്നെ ഇൻ്റർനെറ്റ്, മൊബൈൽ കവറേജ് അതൊക്കെ ബിൽഡിങ്ങിൽ വേണം. കാരണം നമ്മളിപ്പോൾ പല സിസ്റ്റംസും, POS സിസ്റ്റംസ് പലതും വർക്ക് ചെയ്യുന്നത് ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഫോണൊക്കെ വന്നതിനോടുകൂടി അതൊന്നും വലിയൊരു പ്രശ്നമല്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ആവശ്യത്തിന് പാർക്കിംഗ് അവൈലബിൾ ആണ്. ഗുഡ്സ് ഡെലിവറിയുടെ പാർക്കിംഗ് പുറകിൽ
സ്പേസും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ കസ്റ്റമേഴ്സിന് ആവശ്യത്തിന് പാർക്കിംഗ്, അത് ബൈക്കാവാം കാറാവാം. നമ്മളിപ്പോൾ 150 സീറ്റിലൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണെങ്കിൽ ഒരു 10-20 കാറെങ്കിലും മിനിമം പാർക്ക് ചെയ്യാൻ പറ്റണ്ടേ. ഇല്ലെങ്കിൽ 150 സീറ്റിൽ ആൾക്കാർ വന്നിരിക്കണ്ടേ. ഇന്നത്തെ കാലത്ത് എല്ലാവരും കാറിലൊക്കെയാണ് പുറത്തിറങ്ങുന്നത്. ആ ഒരു കൈൻഡ് ഓഫ് മിഡിൽ ക്ലാസ് ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയാൽ അപ്പോൾ ആവശ്യത്തിന് പാർക്കിംഗ് വേണം. കോമ്പറ്റീഷൻ ആരാണ്? അതായത് നമ്മളൊരു സ്പേസിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ അതിന് ചുറ്റും ഉള്ളൊരു ഏരിയ, ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവ്, അവിടെയാണല്ലോ നമ്മുടെ കോമ്പറ്റീഷൻ ഉള്ളത്. അപ്പോൾ അവരാരാണ്? ഒരുപാട് കോമ്പറ്റീഷൻ്റെ ഇടയിൽ പോയി റെസ്റ്റോറൻറ്റ് തുടങ്ങണോ, അതോ കോമ്പറ്റീഷൻ ഇല്ലാത്ത സ്ഥലത്ത് തുടങ്ങണോ? അതൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ വളരെ നന്നായി നടക്കുന്ന 2-3 റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് സ്പ്ലിറ്റായി പോവുകയാണ് ചെയ്യുക. പക്ഷേ വേറെ രീതിയിൽ സംഭവിക്കാറുണ്ട്. ഒരേ സ്ട്രീറ്റിൽ തന്നെ കുറേ റെസ്റ്റോറൻറ്റ് ഉണ്ടാകുമ്പോൾ അതൊരു ഫുഡ് ഹബ്ബായിട്ട് മാറി ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും അവിടേക്ക് ആളുകൾ അന്വേഷിച്ച് വരികയും ചെയ്യാറുണ്ട്. രണ്ട് സംഭവിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ ബിസിനസ് ടേംസ്, പ്രൈസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഈ ബിൽഡിങ്ങിൻ്റെ, റെൻറ്റ് കാര്യങ്ങൾ, ഡെപ്പോസിറ്റ് എല്ലാം, അത് വയബിൾ ആണോ എന്ന് ആദ്യം തന്നെ നോക്കണം. ചിലർ പറയാറുണ്ട് എല്ലാം നല്ല ഉഷാറാണ്. വടകരയുള്ളൊരു റെസ്റ്റോറൻറ്റിനെ പറ്റി ഇന്നലെ ഒരാൾ പറയുന്നത് കേട്ടു. എല്ലാം ഉഷാറാണ്, നല്ലോണം കച്ചവടമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ലാഭം വരുന്നില്ല. എന്ത് പറ്റി? ഭയങ്കര റെൻറ്റാണ്. അത് തുടങ്ങുന്നതിന് മുമ്പ് നോക്കേണ്ട ഒരു കാര്യമാണല്ലോ. പിന്നെ പോസിബിലിറ്റീസ് ഓഫ് ഫുഡ് ഡെലിവറി ഇപ്പോൾ ഭൂരിഭാഗം സ്ഥലങ്ങളിലും 5-6 ഡെലിവറി കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട് കേരളത്തിൻ്റെ കാര്യത്തിൽ. പിന്നെ അതിനുള്ള പോസിബിലിറ്റീസ് എന്താണ്? ഫുഡ് ഡെലിവറി. എന്നോട് വലിയൊരു ഞാൻ വർക്ക് ചെയ്തൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ, അദ്ദേഹം ഒരുപാട് കമ്പനികളുള്ള ആളാണ്. അദ്ദേഹത്തിന് ഏറ്റവും ചെറിയ കമ്പനിയായിരിക്കും 6-7 ബ്രാഞ്ചുള്ള റെസ്റ്റോറൻറ്റ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, റെസ്റ്റോറൻറ്റ് ഒരു കിണറാണെങ്കിൽ ഫുഡ് ഡെലിവറി ഒരു കടലാണെന്ന്. ഡെലിവറിയും കാറ്ററിങ്ങും ഒരു കടലാണെന്ന്. ശരിയാണല്ലോ. റെസ്റ്റോറൻറ്റിൽ നമുക്കൊരു ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റിങ്സും കാര്യങ്ങളല്ലേ ഉള്ളൂ. ഫുഡ് ഡെലിവറി എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും എവിടെയും ഡെലിവറി ചെയ്യാമല്ലോ, കാറ്ററിങ് എവിടെയും ചെയ്യാമല്ലോ. ഇപ്പോൾ കോഴിക്കോട് പാരഗൺ മധുരയിൽ പോയി കാറ്റർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എവിടേക്കോ പോയി കാറ്റർ ചെയ്തിട്ടുണ്ട്. തലശ്ശേരിയിൽ നിന്ന് ജയ്പൂരിൽ പോയി കാറ്റർ ചെയ്ത കഥകളുണ്ട്. അപ്പം അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ള പോസിബിലിറ്റീസ് എന്താണ്? ചുറ്റുമുള്ള ഒരു ഡെലിവറിയുടെ ഓൺലൈൻ ഓർഡേഴ്സ്, അതിൻ്റെയൊക്കെ പാർട്ടി ഓർഡേഴ്സ്, കാറ്ററിംഗ് ഓർഡേഴ്സ്, അതിൻ്റെയൊക്കെ ഒരു പോസിബിലിറ്റി എന്താണ്? പിന്നെ പാർട്ടി ഹാൾ. നമുക്കൊരു പാർട്ടി ഹാളിന് പറ്റുന്ന സ്ഥലമാണെങ്കിൽ അതിനുള്ള സ്ഥലം ആ റെസ്റ്റോറൻറ്റ് സ്പേസിൽ ഉണ്ടോ? അത് നോക്കുന്നത് നല്ലതാണ്. പിന്നെ ചില പാർട്ടി ഹാൾ ഉണ്ടാവും, ഒരു കൊല്ലത്തിൽ 2-3 പാർട്ടിയെ നടക്കുള്ളൂ, അതിനുവേണ്ടി അത്രയും സ്പേസിന് റെൻറ്റും കൊടുത്ത് വിടുന്നത്. അങ്ങനെയല്ല, വയബിൾ ആയിട്ടുള്ള സ്ഥലത്ത് പാർട്ടി ഹാൾ ഉണ്ടോ? ഔട്ട്സൈഡ് കാറ്ററിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അത് വളരെ ഇമ്പോർട്ടൻറ്റ് ബിസിനസ്സാണ്. ഔട്ട്സൈഡ് കാറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റബിലിറ്റിയുള്ള, നല്ല പേരുണ്ടാക്കാൻ പറ്റുന്നൊരു ബിസിനസ്സാണ്. പണവും പ്രശസ്തി ഇത് രണ്ടുമാണുള്ള ബിസിനസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് രണ്ടും ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അതുപോലെ നമുക്ക് എക്സ്ട്രാ സ്പേസ് പാർക്കിങ്ങിന്, കുക്കിങ്ങിന്, ഡൈനിങ് ഏരിയയ്ക്ക്, പാർട്ടി ഹാളിന് നാളെ വേണ്ടി വരികയാണെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ ഉണ്ടോ? ഇന്നിപ്പോൾ വേണ്ടി വരില്ല, പക്ഷെ നാളെ വേണ്ടി വന്നാൽ പിന്നെ റെൻറ്റ് ഇൻക്രീസിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ടേംസ് എന്താണ്, അത് നോക്കണം. ഭാവിയിൽ ആ ഏരിയയിൽ വേറെ എന്തൊക്കെ ബിൽഡിങ്ങുകളാണ് വരാൻ സാധ്യത? അതായത് ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ബെസ്റ്റ് ബിൽഡിങ്ങിൽ ഒരു സംഭവം തുടങ്ങുകയാണ്. പക്ഷെ നമുക്കറിയാം ഒരു 2 കൊല്ലത്തിനുള്ളിൽ അവിടെ വലിയൊരു മോൾ വരാൻ പോവാണ്. അപ്പോൾ ചിലപ്പോൾ കസ്റ്റമേഴ്സ് കംപ്ലീറ്റ് ആ മോളിലേക്ക് മാറിക്കളയും. അതല്ലെങ്കിൽ തിരിച്ച് സംഭവിക്കും, ആ മോളിൻ്റെ അവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ തിരക്ക് കൂടാം. പക്ഷേ ഏത് കൈൻഡ് ഓഫ് കസ്റ്റമേഴ്സ് അവർ, അപ്പം ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് എന്താണ് ആ ഒരു ഏരിയയിലെ എന്നുള്ളത് നോക്കുന്നത് നല്ലതാണ്. പിന്നെ സ്റ്റാഫിന് ജീവിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണോ? ഇല്ലെങ്കിൽ അവരെ അവിടെ തന്നെ താമസിക്കേണ്ടവരില്ല. 24 മണിക്കൂർ അവിടെ തന്നെയല്ലേ, അക്കോമഡേഷനും റെസ്റ്റോറൻറ്റുമായിട്ട് ആ ഒരു ഏരിയയിൽ തന്നെയല്ലേ. അപ്പം അവർക്കിത് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണോ എന്ന് നോക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ ബ്രാൻഡ് ആ ബിൽഡിങ്ങുമായിട്ട് ചേരുന്നതാണ്. ഇപ്പോൾ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്, പക്ഷേ ബിൽഡിംഗ് കാണുമ്പോഴേ തീരെ സുഖമില്ല, അത് പ്രശ്നമാവും. അല്ലെങ്കിൽ വളരെ സാധാരണക്കാരന് വേണ്ട, നമ്മൾ വളരെ ബേസിക് ആയിട്ട്, ഇപ്പോൾ ഞാനിപ്പോൾ ഒരാൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കടയിലെ പോലത്തെ വളരെ സിമ്പിളൊരു സംഭവമാണ്, പക്ഷേ അത് വലിയൊരു ലക്ഷൂറിയസ് ലുക്കിംഗ് ബിൽഡിങ്ങിലാണ്. ഒരു സാധാരണക്കാരൻ അവിടെ കയറാൻ പേടിയാവും. ഇത്രയും വലിയ ബിൽഡിങ്ങിൽ വലിയ വിലയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ബ്രാൻഡിൻ്റെ ക്രെഡൻഷ്യലും കാര്യങ്ങളൊക്കെ ആ ബിൽഡിങ്ങുമായിട്ടും ചേരുന്നുണ്ടോ എന്നൊന്ന് നോക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ അക്വയർ ചെയ്യാൻ നോക്കി, ഇതൊരു പുതിയ ബിൽഡിങ് നോക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ലൊക്കേഷൻ നോക്കുമ്പോൾ റോഡ് വൈഡനിങ്ങിൻ്റെ കാര്യം നോക്കണം കേട്ടോ. റോഡ് വൈഡനിങ് കാരണം വേറൊരു റെസ്റ്റോറൻറ്റ് പൂട്ടാൻ പോവുകയാണ്.
കാരണം നമ്മൾ തുടങ്ങിയിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെ ഹൈവേ അതോറിറ്റി നാളെ വന്നിട്ട് ആ ബിൽഡിംഗ് വിളിക്കാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങി പോകും. ബിൽഡിംഗ് ഓണർക്ക് കോമ്പൻസേഷനൊക്കെ കിട്ടും, നമുക്ക് അത്രയും കിട്ടാന്ന് പോലും പറയാൻ പറ്റില്ല, ബുദ്ധിമുട്ടിലായി പോകും. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഇത്രയും ഒരു പുതിയൊരു സ്ഥലം എടുത്ത് റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കുന്ന സംഭവം, ഇനി ഒരു റെസ്റ്റോറൻറ്റ് അക്വയർ ചെയ്യാമെന്ന് വെച്ചാൽ, അക്വയർ ചെയ്യുകയാണെങ്കിൽ ആ റെസ്റ്റോറൻറ്റ് നല്ല റെപ്യൂട്ടേഷനുള്ള റെസ്റ്റോറൻറ്റ് ആയിരുന്നു. റെസ്റ്റോറൻറ്റ് നല്ല റെപ്യൂട്ടേഷനുള്ള റെസ്റ്റോറൻറ്റ് അല്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ട്, പിന്നെ എന്തുകൊണ്ടായിരിക്കും അത് അവർ വിൽക്കുന്നത്, ഇതൊക്കെ ഒന്ന് നോക്കുന്നതല്ല. ഇപ്പം എന്ത് കാരണത്തിന് വിൽക്കുന്നതായാലും നമ്മളൊരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങി നമുക്ക് സക്സസ് ആക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയ ചരിത്രം ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെയുള്ള ചരിത്രമാണ് എനിക്ക് കൂടുതലും അറിയാം. ഒന്നാലൊന്ന് അന്വേഷിക്കുന്നതല്ലാണ്. പിന്നെ ആ റെസ്റ്റോറൻറ്റ് ബിൽഡിങ്ങിൻ്റെയോ ആ സ്ഥലത്തെ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളുടെ ഇലക്ട്രിസിറ്റിയോ ഡ്രൈനേജോ എന്തെങ്കിലും കാര്യങ്ങളുടെ പ്രശ്നം കൊണ്ടാണോ അടച്ചതെന്ന് അല്ല അവർ വിൽക്കുന്നതെന്ന് നോക്കണം കേട്ടോ. ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിനും ബാധകമാണ്. ഇത് അഡീഷണലാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ് അക്വയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് അസറ്റ് ലിസ്റ്റ്? ഫേർണിച്ചർ, എക്യുപ്മെൻറ്റ്, കിച്ചണിലുള്ള എക്യുപ്മെൻറ്റ്, ജനറേറ്റർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് എല്ലാം എന്താണ്, യൂട്ടൻസിൽസ് എന്താണ്, വെഹിക്കിൾസ് എന്താണ്, ഈ അസറ്റിനെയും കൂടെ നോക്കിയിട്ടാണല്ലോ നമ്മൾ വിലയിടാം. ഈ റെസ്റ്റോറൻറ്റ് എന്തെങ്കിലും ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ലീഗൽ ഒബ്ലിഗേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടോ? ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് അവിടെ കുറേ ഫൈനാൻഷ്യൽ ഇഷ്യൂസായിട്ട് ആ പൈസ കിട്ടാണ്ട് ഈ പൈസ കിട്ടാണ്ട് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അതൊക്കെ വെറുതെ ഒരു ബുദ്ധിമുട്ടാണല്ലോ. ലീഗൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അതൊന്ന് കാര്യമായിട്ട് നോക്കുന്നതാണ്. ടെനൻറ്റ് മാറി എന്നുള്ളത് കൊണ്ട് നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിവാകണമെന്നില്ല. ഇനി മോളുകൾക്കകത്താണ് ഇത് ചെയ്യുന്നതെങ്കിൽ അതിന് അഡീഷണൽ എന്തൊക്കെയാണ് വേറെ നോക്കേണ്ടത്? നമ്മുടെ ക്യുസീന് ആ മോളിൽ എക്സ്ക്ലൂസിവിറ്റി ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഷവർമ്മ കടയാണ് തുടങ്ങുന്നത്, നമ്മൾ രണ്ടുപേരും കൂടെ ഷവർമ്മ കടയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഷവർമ്മ കട ആ മോളിൽ വേറെയുണ്ടോ? വേറെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എക്സ്ക്ലൂസിവിറ്റി ഇല്ലാണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യം ചിലപ്പോൾ ബുദ്ധിമുട്ടിലാവും, നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. പിന്നെ എന്തൊക്കെയാണ് നമ്മൾക്ക് സെല്ല് ചെയ്യാൻ അലൗഡ് ആയിട്ടുള്ള സംഭവങ്ങൾ? ഇപ്പോൾ ചില മോളിൽ നമ്മൾ റെസ്റ്റോറൻറ്റ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ വന്ന് പറയും, നിങ്ങൾ പാക്കേജ്ഡ് ആയിട്ടുള്ള പെപ്സി, ഡ്രിങ്കിങ് വാട്ടർ ഒന്നും വിൽക്കരുത്, ജ്യൂസ് വിൽക്കരുത്, അത് വിൽക്കരുത്, ഇത് വിൽക്കരുത്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ബെവറേജസ് കൗണ്ടർ വേറെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചായ, കാപ്പി, ജ്യൂസ് സംഭവങ്ങളെല്ലാം അവരാണ് വിൽക്കുന്നത്. അപ്പോൾ ആർക്ക് എന്തൊക്കെ വിൽക്കാനുള്ള സംഭവങ്ങളുണ്ട് ചിലപ്പോൾ പറയാൻ പറ്റില്ല. കോൾഡ് ആയിട്ടുള്ള ഒന്നും നിങ്ങൾ വിൽക്കരുതെന്ന് പറയും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഐസ്ക്രീം പാർലറാണ്, ഐസ്ക്രീം ഷോപ്പാണ് തുടങ്ങുന്നത്, ഹോട്ടായിട്ടുള്ള ഒന്നും വിൽക്കരുതെന്ന് പറയും. ആദ്യം തന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ട് വെക്കണം. അത് മോളിൽ എക്സ്ക്ലൂസിവിറ്റിയുടെ ഇഷ്യൂസ് ധാരാളം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ പ്രൊഡക്ഷൻ സ്റ്റോറേജ് ഏരിയ ചിലപ്പോൾ കോമൺ ആയിരിക്കും. ഒരു ഫുഡ് കോർട്ടൊക്കെ ആണെങ്കിൽ, മോളിലെ ഫുഡ് കോർട്ടൊക്കെ ആണെങ്കിൽ അതിൻ്റെ ടേംസ് എങ്ങനെയാണ്, ആരൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്, എന്താണ് സംഭവങ്ങൾ. അതുപോലെ ഡൈനിങ് ചിലപ്പോൾ കോമൺ ആയിരിക്കും. അപ്പോൾ അത് ആരാണ്, ഇതിന് ആവശ്യത്തിന് സീറ്റിംഗ് ഉണ്ടോ, ആരാണ് പ്ലേറ്റ്സും സംഭവങ്ങളൊക്കെ റിട്ടേൺ എടുക്കുന്നത്, ആരാണ് അത് ക്ലീൻ ചെയ്യുന്നത്, അതിൻ്റെ പോളിസി എന്താണ്, ശരിക്കും അന്വേഷിച്ച് വെക്കുന്നത് നല്ലതാണ്. ആരാണ് പ്ലേറ്റൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് തിരിച്ചു തരുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമ്മുടെ സ്വന്തം ട്രേസും പ്ലേറ്റും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ കോമൺ പ്ലേറ്റ്സും ട്രേയും ആയിരിക്കും. അതെങ്ങനെയാണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കണം. അതുപോലെ കോമൺ ഏരിയ മെയിൻ്റനൻസ് ഫീ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം റെൻറ്റിൻ്റെ മുകളിൽ മാളുകൾ ചുമത്താറുണ്ട്. ഈ ചില്ലർ ചാർജ്, അതായത് AC-യുടെ ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട്, സെക്യൂരിറ്റി ചാർജ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതെത്രയാണെന്ന് അറിഞ്ഞു വെക്കണം. റെൻറ്റ് മാത്രമല്ല മാളിലുണ്ടാവുക, CAM ഉണ്ടാവും, കോമൺ ഏരിയ മെയിൻ്റനൻസ് ഫീ. പിന്നെ കോമൺലി അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? പാർക്കിംഗ്, സെക്യൂരിറ്റി, മെയിൻ്റനൻസ്, ക്ലീനിങ്, ഡിഷ് വാഷിംഗ്, ഇലക്ട്രിസിറ്റി, AC, ചില്ലർ, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ കോമൺ ആയിരിക്കും. നമ്മൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് മോളിൽ പലപ്പോഴും അഡീഷണൽ റെൻറ്റും ക്യാമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അഡീഷണൽ കൊടുത്താലും ഇല്ലെങ്കിലും നമുക്ക് എന്തൊക്കെയാണ് അഡീഷണൽ കിട്ടുന്നത്, ഇതൊക്കെ മോളിൽ നോക്കുന്നത് നല്ലതാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് 18 മിനിറ്റ് കഴിഞ്ഞല്ലേ. ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോ ചെക്ക് ലിസ്റ്റ് ഓരോ കാലങ്ങളായിട്ട് പറ്റിയ അബദ്ധങ്ങൾ കാരണം ഇങ്ങനെ ഓരോന്ന് എഴുതിയിടുന്നതാണ്. അപ്പോൾ ശരി, വേറൊരു വീഡിയോ, ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ 10ാമത്തെ വീഡിയോ അടുത്ത് തന്നെ ഉണ്ടാവും. ബൈ.